Hello, guys. Welcome to another podcast where we unpack a love story, a bad date. So What is the appeal behind this high value alpha man? It's really, really cool, really amazing person who can do everything that other people can't do. in every aspect, the woman should under me. Yes. ലുക്ക് കൊണ്ട് സൂപ്പർ ആട്ടെ, വിച്ച് ഈസ് ഫൈൻ. പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും ഐ ഷുഡ് ബി ദ ബെസ്റ്റ്. നമ്മൾ ഫെമിനിസം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ സ്ട്രീമിൽ കിട്ടുന്ന കുറച്ച് ഐഡിയാസ് ഉണ്ട്. യു ഷുഡ് ബി ദിസ്, യു ഷുഡ് ബി ദാറ്റ്, നിങ്ങൾ വീട്ടു ജോലി, അങ്ങനത്തെ കൈൻഡ് ഓഫ് നറേറ്റീവ്സ് കുറച്ച് അധികം സ്പ്രെഡ് ആവുന്നുണ്ട്. അഗൈൻ ട്രഡീഷണൽ കുറേ ജെൻഡർ റോൾസ് എല്ലാം ഫോളോ ചെയ്യുന്നു, അത് റീഇൻഫോഴ്സ് ചെയ്യുന്നു. ഫണ്ടമെന്റലായിട്ട് യു ആർ എ മാൻ, സോ യു മസ്റ്റ് ഡു ദീസ് തിങ്സ്, ആൻഡ് യു ആർ എ വുമൺ, സോ യു മസ്റ്റ് ഡു ദീസ് തിങ്സ്. അതായത് ഓൾറെഡി പാട്രിയാർക്കി ഈസ് ഡൂയിങ് ദാറ്റ്, സോ ഐ ആം ടേക്കിംഗ് യൂസ് ഓഫ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഐ എം നോട്ട് ഷുവർ ഇറ്റ് ഇസ് എ ഗുഡ് തിങ്. Hello, everyone. Welcome to another podcast where we unpack a love story, a bad date, and a red flag at a time. നമ്മുടെ കൂടെ ഉള്ളത് 3 വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അതായത് നിങ്ങളൊക്കെ തന്നെയാണ്. സോ ലെറ്റ് മീ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് അക്ഷയ്. The undeniably talented, undeniably handsome Akshay. Akshay ഒരു സ്പോക്കൺ വേർഡ് ആർട്ടിസ്റ്റ് ആണ്. He's a published poet as well. Welcome to the podcast, Akshay. Thank you. Very happy to be here. Yeah, and let me introduce Amir. The most beautiful, the most talented. Amir is also a writer, a poet. ഒത്തിരി അവാർഡുകളും ഒത്തിരി അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിലിരിക്കട്ടെ, ഓക്കെ. ഒത്തിരി അവാർഡുകളും ഒത്തിരി അംഗീകാരങ്ങളും കിട്ടാനുള്ള ദ ടോക്ക് ഓഫ് ദ ടൗൺ അമിയ. And let me introduce the terribly handsome, terribly talented, എല്ലാം in the positive way, and the most cutest Manu. Manu is a content creator and a storyteller as well. He's a writer. So welcome to the podcast, Manu. Welcome to the podcast. So നമ്മള് എന്നത്തെ പോലെ നമ്മൾ പോഡ്കാസ്റ്റിൽ സംസാരിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ഡൈനാമിക്സിനെ കുറിച്ചാണ്. അതെ, നമ്മൾ എന്നും ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ്, പിന്നെ ഇന്ന് ഇച്ചിരി ഫോമലായിട്ട് സംസാരിക്കുന്നതേ ഉള്ളൂ. സോ ലൈക്ക് ലെറ്റ് മീ ഡൈവ് ഇൻ ടു ദ ടോപ്പിക്. എനിക്ക് എപ്പോഴും വളരെ ക്യൂറിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആൽഫ മെയിൽ എന്നൊരു സംഭവം. ഈ ആൽഫ മെയിൽ ഞാൻ ആദ്യമായിട്ട് കേട്ടിട്ടുള്ളത് ഈ വൂൾഫ് പാക്കിന്റെ ഇടയിൽ. അതിലെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള ചെന്നായ അല്ലേ വൂൾഫ്? ചെന്നായ എന്ന് പറയുന്നത് ദ വൺ ഹു ലീഡ്സ് ദ പാക്ക്. അതിനാണ് നമ്മൾ ആൽഫ മെയിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കട്ട് ടു ദ പ്രസന്റ്, ഇപ്പോൾ ഈയിടയ്ക്കായിട്ട് സോഷ്യൽ മീഡിയാസ് എടുത്ത് വയ്ക്കാൻ, എസ്പെഷ്യലി the followers of Andrew Tate ആയാലും ട്വിറ്ററിൽ അവിടെ ഇവിടെ ആയിട്ട്, യൂട്യൂബിൽ അവിടെ ഇവിടെ ആയിട്ട്, ഇൻസ്റ്റഗ്രാമിൽ അവിടെ ഇവിടെ ആയിട്ട് ഒരു പ്രത്യേക തരം BGM ഇട്ടിട്ട് അവരെ കൊണ്ടുവരുന്ന ഒരു മോഡേൺ ഒരു ദ പെർഫെക്റ്റ് മാനാണ്, ഹൈ വാല്യൂ മാനാണ് ആൽഫ മെയിൽ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള അപ്പീൽ എന്താണ്? വാട്ട് ഈസ് ദ അപ്പീൽ? എനിക്കിത് 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, വാട്ട് ഈസ് ദ അപ്പീൽ ബിഹൈൻഡ് ദിസ് ഹൈ വാല്യൂ ആൽഫ മാൻ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്, ഇത് ആക്ച്വലി എന്താണ്? ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഇമോഷൻസും ഫീലിങ്സും, വാട്ട് ഡു യു തിങ്ക് ഇറ്റ് ഇസ് ഫ്രം യുവർ പെർസ്പെക്റ്റീവ്? I think the value is the social capital that you get when you brand yourself as this really, really cool, really amazing person who can do everything that other people can't do. I think this conversation can't happen without us talking about the insecurity within which this happens, right? And I think all power structures, all social structures, പവറുള്ള ആള് അവരുടെ ഇൻസെക്യൂരിറ്റീസ് വേറൊരാളിൽ ചാർത്തുന്നു, and then that gives them power. അപ്പം if you consider like someone who's rich, a lot of their like sense of high power comes from them comparing themselves to someone who doesn't have money, and or branding them as like, oh, those people don't have money, so we're not like them. I think not just money. Yeah, any kind of looks, yeah, power. Yeah, for sure. ആ ഒരു പവർ സ്ട്രക്ചർ അവിടെ നിലനിൽക്കാൻ കാരണം ഒരു ബ്രാൻഡിങ് ഓഫ് ഇൻസെക്യൂരിറ്റി ആണ്. ആൻഡ് ദെൻ വൈ ഇറ്റ് ഹാപ്പൻസ്,
I think especially today there is a lot of pipelines that lead people straight to that kind of നമ്മുടെ algorithm എടുക്കുകയാണെങ്കിൽ Instagram, YouTube, I was talking with a friend about this. He was saying it starts with someone just wanting to like improve themselves, right? And they go on YouTube and they type bodybuilding. And then 5 YouTube videos later, they're like women bad. So there's a lot of like propaganda and pipelines leading us down that lane, and it's very easy for people to get. ഈ ഒരു ഇംപ്രൂവ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഐ ഹാവ് ഓൾസോ റെഡ് ദാറ്റ് ഈ ഒരു ആൽഫ മെയിൽ തിങ് ആദ്യമായിട്ട് ട്രെൻഡിങ് അല്ലെങ്കിൽ ഇറ്റ് വാസ് യൂസ്ഡ് ഇൻ മെൻ സെൽഫ് ഹെൽപ്പ് ബുക്സ്. അത് ഐ തിങ്ക് ഡേവിഡ് മെക്ക് എന്നൊരു സയന്റിസ്റ്റ് ആണ് ഈ ഒരു ദ വൺ ഹു ഫൗണ്ട് ഔട്ട് ദാറ്റ് ദർ ഇസ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ wolf pack and the family unit. ആ ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചറിൽ ലീഡ് ചെയ്യുന്ന വൂൾഫിനെ പോലെ ആയിരിക്കണം ഒരു മെയിൽ ക്യാരക്ടർ. അല്ലെങ്കിൽ അത്രയും ഇൻസെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ദോസ് ഹു ഡു നോട്ട് ഹാവ് കൺട്രോൾ ഓവർ ഹിസ് സോഷ്യൽ അല്ലെങ്കിൽ റൊമാൻറ്റിക് ലൈഫ്. സോ അങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ ഒരു ആൽഫ മെയിൽ എന്നൊരു സംഭവം കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അവിടെക്കാണ് ഇതൊരു വലിയൊരു ട്രെൻഡായിട്ട് മാറിയത്, എന്തോ വേറെ എന്തോ ഒരു സംഭവമായിട്ട് മാറുന്നത്. ഈ ഒരു കൺവേർഷൻ ഉണ്ടല്ലോ, ആ ഒരു സെൽഫ് ഹെൽപ്പിൽ നിന്ന് ഈ ഒരു ട്രെൻഡിലേക്ക് മാറുന്നത്, വേറെ ദിസ് ഇസ് പോർട്രേഡ് ആസ് ദ പെർഫെക്റ്റ് മീ. അതിനെ കുറിച്ച് എന്താണ്? The funny bit is that ഈ സെൽഫ് ഹെൽപ്പ് ആണ് ഇപ്പോഴും അതിന്റെ ബേസിസ്. Because Andrew Tate is still selling and making money out of convincing men that they can be like him, like ഈ പറയുന്ന ബ്രാൻഡ് ആവാൻ പറ്റും, and he can teach them how എന്നുള്ളത്. And then he'll lead them to ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് പൈസ അപ്പൊ it's at the end of the day it's all Andrew Tate is making money out of it. That's why he's doing it. And people have realized that if you feed on other people's insecurity, you can gain power, you can gain money. Exactly. ഈ മനു, ഈ ഹൈ വാല്യൂ മാൻ എന്നൊക്കെ പറയുമ്പോൾ ഇവര് ഇന്ന് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ അവരാഗ്രഹിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ള ഹൈ വാല്യൂ വിമൻ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ എക്സ്ട്രീംലി ഫെമിനിൻ ആയിട്ടുള്ള ഡാൻസർ ഇൻ ഡിസ്ട്രസ്, ലോ ബോഡി കൗണ്ട്, അങ്ങനത്തെ അവരാഗ്രഹിക്കുന്ന അവരെക്കാളും ഏട്ടായി രൂപത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി അവര് അതാണ് അവരുടെ കോൺസെപ്റ്റ് ഓഫ് എ ഹൈ വാല്യൂ വുമൺ. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് is there actually something like a high value man? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അക്കോർഡിംഗ് ടു യുവർ പെർസ്പെക്റ്റീവ് എന്തൊക്കെയാണ് ഈ ഒരു ഹൈ വാല്യൂ മാൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? In a good way or a bad way? Like high value man എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി ഹൈ വാല്യൂ മാൻ എന്നൊരു സംഭവം ഉണ്ടോ? ഉണ്ട്. Actually there is in a good way. Actually there is a definition in a good way. I'm not saying there is there is a definition which is a good way. Okay, yeah. Like alpha male used to be a good thing. Actually like a good thing, but now it is a toxic or like son. So high value man ഇപ്പൊ ഇയാള് പറഞ്ഞ പോലെ സാധനമാണെന്നുണ്ടെങ്കിൽ there is a set of things like in every aspect the woman should under me. Yes. ലുക്ക് കൊണ്ട് സൂപ്പർ ആട്ടെ, it is fine. പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും I should be the best and she should know I am the best. And ആ പുള്ളിക്കാരിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് അതും കൂടി വേണം. ആ ഒരു ഈഗോ കൂടി അവിടെ സാറ്റിസ്ഫൈ. അതായത് ലുക്സ് കൊണ്ടായാലും പവർ കൊണ്ടായാലും പൈസ കൊണ്ടായാലും അയാൾക്ക് ഒരു ലെവറേജ് ഉണ്ടായിരിക്കണം റിലേഷൻഷിപ്പ്. She should never doubt like മനസ്സിലാക്കി എനിക്ക് ഇതിലൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന്. She should even dreams. പക്ഷേ in a good way actually like it's a high value. It's problematic to like in a decent way I would say like a person who been through multiple relationships or like friendships or like different circles and learn from his own mistakes. Like ഒരാൾ ക്ലാസ് എടുത്തോണ്ടോ I think anything again എന്താ പറയുക which is not alpha male characteristics നമുക്ക് വേണമെങ്കിൽ again it's a very very subjective. but self realized ആയിട്ട് ചേഞ്ച് ആയ ആൾക്കാരുണ്ടല്ലോ I respect them because they have been through that and they're trying hard not to do that. Like അത് സെൽഫ് ആയിട്ടുള്ളതാണ്, ആരും അങ്ങനെ പറഞ്ഞതല്ല, which I respect actually. I think നമ്മള് when we define something as high value, then the problem is it automatically assumes something is low value. ആ ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാൻ it's best not to ascribe value to people. ശരി, അപ്പൊ അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ
എഗെയിൻ ഈ ഹൈ വാല്യൂസും ലൈക്ക് മാൻ ആൽഫ മെയിൽ എന്നൊക്കെ പറയുമ്പം അതിനോടൊപ്പം തന്നെ കിടപിടിച്ച് നിൽക്കുന്ന ഒരു വേറൊരു ട്രെൻഡാണ് ട്രാഡ് വൈഫ് കൺസെപ്റ്റ്, അതായത് ട്രഡീഷണൽ വൈഫ് കൺസെപ്റ്റ്. അപ്പോൾ ട്രാഡ് വൈഫ്സ് ഇപ്പോൾ ഞാൻ എനിക്ക് അവരുടെ വീഡിയോസ് ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഭയങ്കര കാമിങ് ഇതിന് ഭയങ്കര കാമിങ് ആണ്. ഡ്രസ്ഡ് ബ്യൂട്ടിഫുൾ. അവർ അടുക്കളയിൽ നിന്ന് ഏറ്റവും സ്ക്രാച്ചിൽ നിന്ന് ഇങ്ങനെ അങ്ങനെയല്ല. ലൈക്ക് സഡൻലി ദിൽ ബി ലൈക്ക് ഐ എം ബാക്ക് ആഫ്റ്റർ 8-hour ഫ്ലൈറ്റ് ആൻഡ് മൈ ഹസ്ബൻഡ് ആസ്ക്ഡ് ഫോർ എ ബർഗർ എന്ന് പറഞ്ഞിട്ട് പശുവിനെ വെട്ടാൻ വേണ്ടി പോകും. എന്നിട്ട് പശുവിനെ വെട്ടി ആ മീറ്റ് എടുത്ത് അത് തല്ലി അതിൽ നിന്ന് പാറ്റി ഉണ്ടാക്കി ബർഗർ ഉണ്ടാക്കി അങ്ങനെ കാമിയാണ് ഞാൻ കണ്ടോണ്ടിരിക്കും. വേറെ ലെവൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ സ്ത്രീകൾ അവര് പറയുന്നൊരു കാര്യമുണ്ട്, ദാറ്റ് ദേ ഫൈൻഡ് എംപവർമെന്റ് ഇൻ ബീയിങ് സബ്മിസീവ് ആൻഡ് ഡൊമസ്റ്റിക്കേറ്റഡ്. അപ്പോൾ did actually feminism in some way homogenizes individual freedom and the desires of women? That is one question. ഈ ചോദ്യത്തിന് വേറൊരു ആളുകളുടെ കാരണമുണ്ട്. മേ ബി യു ഓൾ നോ ജോർഡൻ പിറ്റൻസൺ. ഓക്കെ, ദ കനേഡിയൻ സൈക്കോളജിസ്റ്റ്. അപ്പോൾ പുള്ളി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിയുടെ കുറേ ഈ റാഡിക്കൽ ഫെമിനിസത്തിനെതിരായിട്ടുള്ള ക്രിട്ടിക്സ് ഉണ്ട്. വേറെ പുള്ളി പറയുന്നത് വെച്ചാൽ സ്ത്രീകൾക്ക് പല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട്, എല്ലാവർക്കും എംപവർമെന്റ് അല്ല വേണ്ടത്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് അപ്പം ഈ ഒരു ഹോമജനൈസേഷൻ കാരണം സൊസൈറ്റിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ആണുങ്ങളുടെ തലയിൽ കൊണ്ട് വെക്കുകയാണ്, അല്ലെങ്കിൽ മിക്കവാറും എല്ലാം ആവശ്യമില്ലാത്തത് ആവശ്യമുള്ളത് എല്ലാം ആണുങ്ങളുടെ തലയിൽ കൊണ്ട് വെക്കുകയാണെന്ന് പുള്ളിയുടെ ഒരു അഭിപ്രായമുണ്ട്. അപ്പം ഈ ഒരു ട്രാഡ് വൈഫ് കോൺസെപ്റ്റ് ഫെമിനിസം, ഹൗ ഡു യു? ഞാൻ മനസ്സിലാക്കുന്നത് ഫെമിനിസം ഒന്നിനെയും ഹോമോജനൈസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഫെമിനിസം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ സ്ട്രീമിൽ കിട്ടുന്ന കുറച്ച് ഐഡിയാസ് ഉണ്ട്. യു ഷുഡ് ബി ദിസ്, യു ഷുഡ് ബി ദാറ്റ്, നിങ്ങളുടെ വീട്ടു ജോലി, അങ്ങനത്തെ കൈൻഡ് ഓഫ് നർട്ടീവ്സ് കുറച്ച് അധികം സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിലും ഫെമിനിസം ഒരിക്കലും ഹോമോജനൈസ് ചെയ്യുന്നതായിട്ട്, അപ്പം ഡിസയർ ആയിക്കൊള്ളട്ടെ, നമ്മളുടെ ചോയ്സ് ആയിക്കോട്ടെ, ഒന്നിനെയും അങ്ങനെ ഹോമോജനൈസ് ചെയ്യുന്ന ഒരു ഐഡിയോളജി അല്ല ഫെമിനിസം ബേസിക്കലി. അപ്പം അതിനകത്ത് നമ്മളിപ്പം ഡൊമസ്റ്റിക് ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഓഫ് കോഴ്സ് അതിൽ ഫെമിനിസം നോ എന്നുള്ളൊരു സംഭവം പറയുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ അങ്ങനെയല്ല ഫെമിനിസം പെർസീവ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ വരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺട്രഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ട്രാഡ് വൈഫ് എന്ന് പറയുന്നത് അഗൈൻ ട്രഡീഷണൽ കുറേ ജെൻഡർ റോൾസ് എല്ലാം ഫോളോ ചെയ്യുന്നു, അത് റീഇൻഫോഴ്സ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഫെമിനിസത്തിൽ കുറച്ചും കൂടി ചോയ്സ്, അങ്ങനത്തെ ചോയ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇൻഫോംഡ് ആയിട്ടുള്ള ചോയ്സ് എടുക്കാൻ പറ്റുന്ന ആ ഒരു സാധനം എനേബിൾ ചെയ്യുന്ന ഒരു ഐഡിയോളജിയാണ് ഫെമിനിസം. ട്രാഡ് വൈഫ് ലൈക്ക് ട്രഡീഷണൽ ഡ്യൂട്ടീസ് ജെൻഡർ റോൾസ് ഫോളോ ചെയ്യുന്ന ഒരാളെ ഫെമിനിസം ഒരിക്കലും തള്ളിക്കളയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജഡ്ജ് ചെയ്യാതിരിക്കുക, അവർക്ക് അതാണ് ഫോളോ ചെയ്യാൻ ഇഷ്ടം. എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മള് നടി സ്വാസികയുടെ വീഡിയോസ് ഒത്തിരി കാണുന്നുണ്ട്. വേറെ പുള്ളിക്കാരത്തി പറയുന്നത് പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം ഭർത്താവിന് ഒരു പ്ലേറ്റ് പോലും എടുത്ത് കഴിയാനായിട്ട് സമ്മതിക്കില്ല. പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാനൊരു ദിവസം ഫുഡ് കഴിച്ചിട്ട് പ്ലേറ്റ് കഴുകാൻ വേണ്ടി പ്ലേറ്റ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു ദിവസം മൊത്തം പിണങ്ങിയിട്ട് ഉണ്ടാക്കി അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ രാവിലെ എണീക്കുന്നു, പുള്ളിയുടെ കാല് തൊട്ട് കണ്ണു വെക്കുന്നു. അപ്പം ലൈക്ക് പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല. പുള്ളിക്ക് പ്രശ്നമില്ല. അതില് ലൈക്ക് ഇതെല്ലാം വളരെ സബ്ജക്റ്റീവ് ആണ്. സാസിക അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സാസികയ്ക്ക് അത് ചെയ്യാം. അതിൽ നമ്മളൊരു പ്രശ്നം കണ്ടെത്തേണ്ട കാര്യമില്ല. ബട്ട് ദെൻ അത് പിന്നീട് എങ്ങനെ മറ്റുള്ളവരിലേക്ക് ആ ഒരു ഐഡിയ, അവരെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുമ്പോൾ അവരങ്ങനെ പറയുമ്പോൾ അത് ഇവരുടെ അത്രയും പ്രിവിലേജ് അല്ലാത്തവരും ഇത് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ഐഡിയ റീഇൻഫോഴ്സ് ചെയ്ത് ഇത് നല്ലതാണ്, എന്തുകൊണ്ട് ഇവർക്ക് ഫോളോ ചെയ്തുകൂടാ, അങ്ങനെ ഒരു രീതിയിലേക്ക് അത് പോയി കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഓൾറെഡി ഉള്ള ബയാസസിനെ ട്രൈ ചെയ്യും, പോസിറ്റീവ് ഏരിയ വിച്ച് ഈസ് നോട്ട് ഗുഡ്. അപ്പം അവിടെയാണ് ഈ ഒരു കോൺട്രഡിക്ഷൻ, ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് ഫെമിനിസവുമായിട്ട്. അതർ ദാൻ ദാറ്റ് ഫെമിനിസം ഡൊമസ്റ്റിക് ലൈഫ് ലീഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ സബ്മിസീവ് റോൾ ലീഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, അങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട ഒരു സ്പേസ് അല്ല ഫെമിനിസം ക്രിയേറ്റ് ചെയ്യുന്നത്. റാദർ എന്താണ് വേണ്ടത് അത് എനേബിൾ ചെയ്യുക, അത് ഫെസിലിറ്റേറ്റ് ചെയ്യുക വിതൗട്ട് ജഡ്ജ്മെന്റ്സ്. അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പണ്ട് ജഡ്ജ് ചെയ്യാറുണ്ട്. ഞാൻ എംഎക്ക് പഠിച്ചോണ്ടിരുന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി പറയാൻ പുള്ളിക്കാരത്തിന് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ MA കഴിയുക, അവരുടെ ലവറിനെ കേട്ടുക, കുട്ടികളുമായിട്ട് ജീവിക്കാൻ പറഞ്ഞു. അതിൽ
like I used to feel so much better about myself. ഇതൊക്കെയാണ് ഇഷ്ടം. പക്ഷേ again ഇതുണ്ട് ഇപ്പം ഇപ്പൊ like എന്നെക്കാളും മുന്നേ അവൾക്ക് ജോലി കിട്ടി, അവള് കോളേജ് ലെക്ചർ ആയിട്ട് അവൾ അടിച്ചു പൊളിച്ചിരിക്കും. പക്ഷേ again ഈ ട്രാഡ് ബൈ വീഡിയോസ് ഒക്കെ കണ്ട് ഇതാണ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് എ വുമൺ ക്യാൻ ലുക്ക് ഫോർവേഡ് ടു, അല്ലെങ്കിൽ ഇതാണ് അവരുടെ ഫുൾഫിൽമെന്റിന്റെ ഒരു എന്താ പറയാ ലാസ്റ്റ് പ്രശ്നമില്ല കേട്ടോ. ഇതൊക്കെ താഴെ വരുന്ന കമന്റ്സ് It does paint a very rosy picture. അങ്ങനെ ഒരു ഗ്ലോറിഫൈഡ് സംഭവം ഇതിന് കൊടുക്കുന്നതിൽ എനിക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതർ ദാൻ ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് ഇതൊക്കെ ഭയങ്കര സത്യമാണെന്ന് വിചാരിക്കുന്ന പാവ ആൾക്കാരുണ്ട്. വീഡിയോസ് കാണുമ്പോൾ കാണുന്നവർ മനസ്സിലാക്കേണ്ടത് ഇവര് അബലകളൊന്നും അല്ല, ഇവരിതിൽ നിന്നും ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഞാനും മരും കൂടെ അത് സംസാരിക്കായിരുന്നു. മിക്കവാറും ഈ വീഡിയോ കഴിയുമ്പോ അവരെന്നെ പറയണ്ട ക്ലീൻ ചെയ്യുന്ന മൊത്തം പുള്ളിയായിരിക്കും. ഇമേജ് ഉണ്ടാക്കും, മേ ബി ക്യാമറ കണ്ടു. എഡിറ്റ് ചെയ്ത് അപ്പം ആ ഒരു സ്ക്രീൻ ഇപ്പൊ നമ്മള് എന്തിപ്പം യൂട്യൂബിൽ ഒരുപാട് ഫാമിലി വ്ളോഗ്സ് കാണുന്നവരെല്ലാം വിശ്വസിക്കുന്നത് ഇതെല്ലാം ഒത്തന്റിക് ആണ്. ഇവർ രാവിലെ ക്യാമറ കൊണ്ട് എഴുന്നേക്കുന്നവരാണ്. ക്യാമറ ഓൾറെഡി ഷോട്ടൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ്. ആ ഒരു ഫെസ്റ്റേറ്റ് പോലെ എന്തോ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം കാണുന്നവർ. എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഫെമിനിസം ഇതിനെ ഡിനൗൺസ് ചെയ്യുന്നു ഇൻ എ വേ ദാറ്റ് നമ്മൾ ഇതേ ചൂസ് ചെയ്യാവൂ എന്ന് ഫെമിനിസം ആരുടെ പറയുന്നില്ല. ഫ്രീഡം ടു ചൂസ്. ഇതില് അമിയ പറഞ്ഞൊരു കാര്യമാണ് ജെൻഡർ റോൾസിനെ കുറിച്ച്. പക്ഷേ ഡു യു തിങ്ക് ദാറ്റ് നമ്മൾ ഡേറ്റിങ്ങില് ഡെഫിനറ്റ് ആയിട്ടുള്ള ജെൻഡർ റോൾസ് വെക്കുകയാണെങ്കിൽ വുഡ് ദാറ്റ് മേക്ക് ഡേറ്റിംഗ് മച്ച് ഈസിയർ? പ്രോബബ്ലി നോട്ട്. ബിക്കോസ് നമ്മൾ ടു ഡിഫൈൻ ഇസ് ടു ലിമിറ്റ് എന്നാണല്ലോ പറയുന്നത്. ആൻഡ് ഈ പറഞ്ഞ നമ്മളിപ്പം ഫ്രീഡം ടു ചൂസ് എന്ന് പറയുമ്പോൾ തന്നെ it's not telling someone this is what you should be doing. Instead, it's giving them the opportunity to find out what they want to do and letting them do it. To define gender roles is just to say fundamentally you are a man, so you must do these things, and you are a woman, so you must do these things. I think അത് മാത്രമല്ല, ഇത് പ്രശ്നഭരിതമാകുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഈ ഒരു ട്രഡീഷണൽ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് ബൈനറി റിലേഷൻഷിപ്സിനാണ് ഏറ്റവും കൂടുതൽ അപ്ലൈ ആവുന്നത്. വെൻ ഇറ്റ് കംസ് ടു നോൺ ബൈനറി റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ നോൺ ട്രഡീഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ ഈ ജെൻഡർ റോൾസ് ബാധകമായിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ഐ തിങ്ക് അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്താൽ അത് ഭയങ്കര ട്രാൻസാക്ഷണൽ നേച്ചർ ആയിട്ട് മാറും. ഞാൻ ഇത് ചെയ്താൽ നീ ഇത് ചെയ്യും. അത് മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ ഇഗ്നോറിങ് വെരി ലാർജ് portion of the population. If നമുക്ക് especially for India and for Kerala, the point of marriage is to make babies. പണ്ട് തൊട്ടേ എന്നുള്ളൊരു ഇതാണ്, ഇതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. It is fundamentally ignoring same-sex couples, people who are not fertile, people who have some medical condition. ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് we are just saying ബേബീസിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ പ്രോബ്ലം. അതുപോലെ തന്നെ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്ത് വരേണ്ടതല്ല. നമ്മളൊരു പ്രിസ്ക്രൈബ് ചെയ്ത് കഴിയും, പിന്നെ അതിലൊരു എവല്യൂഷനോ. അപ്പം അഗൈൻ ജെൻഡർ റൂൾസ് ഇപ്പം ആണും പെണ്ണും എന്ന് തന്നെ എടുത്താലും ആണും പെണ്ണും ഓരോ ആണും ഓരോ പെണ്ണും വ്യത്യസ്തരാണല്ലോ. നമ്മൾ ഒരാളെ ഡേറ്റ് ചെയ്യുമ്പോൾ അഗൈൻ രണ്ടുപേരും മനസ്സിലാക്കി ഇവോൾവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അതങ്ങ് കട്ട് ചെയ്ത് കളയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇത് പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് എക്കണോമിക് ഇൻഡിപെൻഡൻസിനെ കുറിച്ച്. ഈ ഒരു എക്കണോമിക് ഇൻഡിപെൻഡൻസ് എന്നൊരു സംഭവം ഫെമിനിസത്തിന്റെ ഒരു റിക്വയർമെന്റ് ആണ്. ബിക്കോസ് വി നോ മെനി പീപ്പിൾ, ഇപ്പം സ്ത്രീകളെ ഇപ്പം ബൈനറി ആയാലും നോൺ ബൈനറി ആയാലും എസ്പെഷ്യലി സ്ത്രീകൾ, ഇഫ് ദേ ജസ്റ്റ് എംബ്രേസ് ഫിനാൻഷ്യൽ ഡിപെൻഡൻസ്, ഞാൻ ആഗ്രഹിക്കുന്ന എംബ്രേസിങ് ഫിനാൻഷ്യൽ ഡിപെൻഡൻസ്, അങ്ങനെ ഒരാള് do that person align with the feminist perspective? നമുക്കത് ഞാൻ പറയുന്നത് എനിക്ക് ജോലി ചെയ്യാൻ വേണ്ടി വയ്യ, എനിക്ക് വയ്യ, ഞാൻ വീട്ടു ജോലി എടുത്ത് ചിലപ്പോൾ വീട്ടു ജോലി ചെയ്യാൻ വേണ്ടി വയ്യ, എനിക്ക് ഒന്നിനും വയ്യ. ഓക്കെ, അല്ല ഞാൻ എന്റെ കാര്യത്തിലേക്ക് എന്റെ ബേസിക് ക്വസ്റ്റ്യൻ ഇസ് എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഫെമിനിസത്തിന്റെ ഒരു റിക്വയർമെന്റ്? അതിപ്പോ ആക്ച്വലി ഞാൻ പറയാം, ഇപ്പൊ ഐ ഹാവ് എ പാർട്ട്ണർ, ലൈക്ക് we are having a kid, like imagine
സോ ഞങ്ങൾ രണ്ടുപേരും ജോലി എടുക്കേണ്ട, ഒരാൾ ജോലി എടുക്കുന്നില്ല തീരുമാനിച്ചു. ലൈക്ക് വി ആർ ഡിസൈഡിങ് ദിസ്, റൈറ്റ്? ലൈക്ക് ദർ ഇസ് എ ഫ്രീഡം ഓഫ് ചോയ്സ്. സോ പെട്ടെന്ന് അത്രയും കാലം ഞാൻ ഫെമിനിസ്റ്റ് ആയിരുന്നു, പെട്ടെന്ന് ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഫെമിനിസ്റ്റ് അല്ലാതായിരുന്നു. Like what you we believe in, what we want to see, what we like to change, or like what we like to point out, that ideology is same, like regardless of he is getting paid or she is getting paid. So I don't think it's a problem. Like it's not like ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാൾക്ക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് അറിയാം, he can tell that to other people. അത് ഞാൻ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വമായിട്ട് എക്കണോമിക് ഇൻഡിപെൻഡൻസ് വേണ്ടെന്ന്. അത് depends, actually depends on many other things. Like either if it is in a way like a woman can do that in a way, like ഇപ്പൊ ഞാൻ എന്നെ കെട്ടിച്ചു വിട്ടോളും എന്ന്, അതായത് ഓൾറെഡി പാട്രിയാർക്കി is doing that, so I am taking use of it എന്ന് പറയുമ്പോൾ I am not sure it is a good thing. See, because using all other facts for like her benefits, and this ഇത് വരുമ്പോ പാട്രിയാർക്കി ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ പണ്ടിതേ പോലെ ഉപയോഗിക്കായിരുന്നു. എങ്ങനെയെന്ന് അറിയാമോ, എനിക്ക് വിളക്ക് കത്തിക്കുന്നത് ഇഷ്ടമല്ല. ഐ മീൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്കതൊരു ജോലി അപ്പൊ ഞാൻ റെഡി പീരീഡ്സ് ആണല്ലോ, പീരീഡ്സ് ആകുമ്പോൾ തോന്നാൻ പാടും. അതിന്റെ അടുത്ത് വരെ എനിക്ക് മാസത്തിൽ 2 പീരീഡ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. I just wanted to add in, like, the idea of anyone saying I don't want to be independent is crazy to me. The independence aanengilum, and even if it is a relationship where one person is responsible for the income, economic independence is much more than just how you like function as a couple. So ഒരു ദിവസം പെട്ടെന്ന് you think, okay, I don't want to be part of the relationship anymore. അപ്പം if not having money is stopping you from taking that decision, then that's obviously bad. അപ്പം economic independence is connected to personal independence and personal freedom, which I think is ഒരു ഓട്ടോണമിയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. പിന്നെ നമുക്ക് അഗൈൻ നമ്മൾ ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് ആവാൻ ആഗ്രഹമുള്ളവരെ നമ്മൾ തള്ളിക്കളയണ്ട. അഗൈൻ അവർക്ക് ഈ ഒരു ഇങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല. അതിന്റെ ഇംപ്ലിക്കേഷൻസ് അറിയാം. പിന്നെ വേണ്ടി വന്നാൽ നാളെ ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ അവർക്ക് എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളവരാണെങ്കിൽ should be properly communicated. Like if it is between partners, it should be properly communicated, and they should know like what all happens. So maybe that happen. So let's dive into the last question of this segment. That is true. അക്ഷയനോടാണ്. അക്ഷയ് is excited. Okay. അതായത് നമ്മൾ ഘോരം ഫിനാൻഷ്യൽ ഇക്വാലിറ്റിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, ഡു വി ജഡ്ജ് അക്കോർഡിംഗ് ടു ദെയർ എബിലിറ്റി ടു പ്രൊവൈഡ്? do I judge എന്നാണോ? No, I think, see, this is going back to the conversation about gender roles. Traditionally we consider, like, we say man of the house, as if men are genetically responsible for the home and the income, which I don't agree with, obviously. I know a lot of couples who share their expenses. I know couples where അതൊക്കെ അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നമ്മൾ പറയാറില്ലോ, അവൻ ഇങ്ങനെയൊക്കെ നടക്കുന്നു, അവൻ സ്വന്തം വീട്ടിലേക്ക് മാവ് പോലും വാങ്ങിച്ചു കൊടുക്കാറില്ല എന്ന് പറയുന്നത് ട്രഡീഷണൽ. നമ്മള് we judge people as in society. ഡേറ്റിംഗിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മള് ഒരാളായിട്ട് പോവാണ്, ഗൈസ് ലൈക്ക് എന്ന് പറയാ, ഈ ഒരു എക്കണോമിക് എക്സ്പെൻസ് ഏറ്റെടുക്കാത്ത ആളുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. I think you are allowed to judge people if you are economically like contributing. If you also don't do it, then that's just hypocrisy. And then yeah, that's the point. If I go on a date and I say, why are you not spending when I was never ready to spend in the first place, then that's pointless. So guys, we have come. We've solved patriarchy. Fix all issues. So we have come to the end of our first segment. Let's meet in our second segment, which is much more fun, I think. Which will be more fun, I think. Where Akshay won't be excited to end the segment. Okay, now. If you enjoyed the video, like, share, subscribe. Yeah.